ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 34 ഭാഗം. അമ്മേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 535 നാമം സ്വാഹ. ഹിന്ദു പുരാണങ്ങളിൽ മന്യന്തി എന്ന പേരിലും അറിയപ്പെടുന്ന സ്വാഹ യാഗങ്ങളുടെ ദേവതയാണ്. ബ്രഹ്മവിദ്യാ ഉപനിഷത്ത് പ്രകാരം അഗ്നിയാൽ നശിപ്പിക്കപ്പെടാത്ത, അഗ്നിയുടെ നിലനിൽപ്പിന് തന്നെ കാരണമായ പ്രകൃതിയുടെ ഒരു ഭാവമാണ് സ്വാഹ. സു അഥവാ നല്ലത്, അഹ എന്നാൽ ഉണർത്തുക അല്ലെങ്കിൽ വിളിക്കുക എന്നർത്ഥം വരുന്ന 2 വാക്കുകൾ ചേർന്ന ഒരു പദമാണ് സ്വാഹ. അഗ്നിയുടെ പത്നിയും സ്കന്ദൻ്റെ മാതാവുമാണ് സ്വാഹ എന്ന് കരുതപ്പെടുന്നു. സ്വാഹ എന്ന ശബ്ദത്താൽ ശ്രീലളിതാ ത്രിപുരസുന്ദരിയെ തന്നെയാണ് ഉണർത്തുന്നത് എന്ന അർത്ഥത്തിലാണ് ദേവിയെ സ്വാഹ എന്ന് വിളിക്കുന്നത്. നാമം 536 സ്വത. പിതൃദേവതകളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന പൂജകളിലെ നാമമാണ് സ്വത. സ്വന്തം ശക്തി എന്ന അർത്ഥത്തിലും സ്വത എന്നുള്ള പദം ഉപയോഗിക്കുന്നു. ദുർഗാദേവിയുടെ മറ്റൊരു നാമമാണ് സ്വത. നാമം 537 അമതിഹി. മതി എന്നാൽ ബുദ്ധി, ജ്ഞാനം എന്ന അർത്ഥം. അമതി എന്നാൽ ബുദ്ധിശൂന്യത, അവിവേകം, അജ്ഞാനം എന്നൊക്കെ അർത്ഥം. ജ്ഞാനമായും അജ്ഞാനമായും ഒരേ സമയം വിളങ്ങുന്ന ദേവി ലളിതാംബികയെ പറ്റിയാണ് പരാമർശം. നാമം 538 മേധ. അമതി എന്ന വാക്കിന് വിപരീതമായി മേധാരൂപത്തിലും ബുദ്ധിയുടെ രൂപത്തിലും ജ്ഞാനസ്വരൂപിണിയായി ബ്രഹ്മജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്ന ശ്രീലളിതാ ത്രിപുരസുന്ദരി എന്ന അർത്ഥത്തിൽ ദേവിയെ മേധ എന്ന് വിളിക്കുന്നു. സരസ്വതി ദേവിയുടെ മറ്റൊരു നാമം കൂടിയാണ് മേധ. നാമം 539 ശ്രുതി. ശ്രുതി എന്നാൽ കേട്ടത്. ബ്രഹ്മർഷികൾ ഈശ്വരനിൽ നിന്ന് കേട്ടത് അഥവാ ഈശ്വരൻ പറഞ്ഞുകൊടുത്തത് എന്നർത്ഥത്തിൽ ശ്രുതി എന്ന് പറയുന്നു. വേദങ്ങളെയാണ് ഇപ്രകാരം ശ്രുതിയായി കണക്കാക്കുന്നത്. വേദസ്വരൂപിണിയായ ശ്രീലളിതാ ത്രിപുരസുന്ദരി തലമുറകളായി വാമൊഴിയായി കൈമാറിപ്പോരുന്ന ജ്ഞാനമാണ് ശ്രുതിയായി അറിയപ്പെടുന്നത്. നാമം 540 സ്മൃതി. എഴുതി വയ്ക്കപ്പെട്ട, സ്ഥിരമായി മനനം ചെയ്യേണ്ട, ഓർക്കേണ്ട ജ്ഞാനമാണ് സ്മൃതിയായി അറിയപ്പെടുന്നത്. ഒരു ആചാര്യൻ എഴുതി കാലാകാലങ്ങളായി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ജ്ഞാനമാണ് സ്മൃതി. ഓരോ കാലത്തിലെയും ആചാര്യന്മാർ സ്വീകരിക്കേണ്ട വിധി നിഷേധങ്ങളാണ് സ്മൃതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. 18 സ്മൃതികളുണ്ട് എന്ന് പറയുന്നു. അത് എഴുതിയിട്ടുള്ള ആചാര്യന്മാരുടെ പേരിലാണ് ആ സ്മൃതികൾ അറിയപ്പെടുന്നത്. 18 സ്മൃതികൾ ഇവയാണ്: അഗ്നിരസസ്മൃതി, വ്യാസസ്മൃതി, അപസ്തംഭസ്മൃതി, ദക്ഷസ്മൃതി, വിഷ്ണുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, ലിഖിതസ്മൃതി, സമാവർത്തസ്മൃതി, ശംഖസ്മൃതി, ബൃഹസ്പതി സ്മൃതി, അത്രി സ്മൃതി, കാത്യായന സ്മൃതി, പരാശര സ്മൃതി, മനുസ്മൃതി, ഔശാനാശ സ്മൃതി, ഹരിതസ്മൃതി, ഗൗതമസ്മൃതി, യമസ്മൃതി. നാമം 541 അനുത്തമ. ഏറ്റവും ഉത്തമയായവൾ, മറ്റ് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠയായവൾ എന്നർത്ഥത്തിൽ ദേവിയെ അനുത്തമ എന്ന് വിളിക്കുന്നു. നാമം 542 പുണ്യകീർത്തി. പുണ്യപ്രവർത്തികൾ കൊണ്ട് കീർത്തി കേട്ടവൾ എന്ന് അർത്ഥം. ദുർഗാദേവിയുടെ മറ്റൊരു നാമമാണ് ചെയ്യുന്നതെല്ലാം തന്നെ പുണ്യമായി ഭവിക്കുന്നവൾ, ഏറെ യശസ്സുള്ളവൾ, കീർത്തി കേട്ടവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ പുണ്യകീർത്തി എന്ന് വിളിക്കുന്നു. നാമം 543 പുണ്യലഭ്യ. നമുക്ക് ലഭിക്കുന്ന പുണ്യമാണ് ദേവിയെ ഭജിക്കാനുള്ള എല്ലാ അവസരവും. പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന അവസരമാണത്രേ ദേവിയെ ഭജിക്കാനുള്ള അവസരങ്ങൾ. പുണ്യം ലഭിക്കാനായിട്ടും ദേവീ ഭജനം നടത്തുക.
നാമം 544 പുണ്യശ്രവണ കീർത്തന. ദേവിയുടെ നാമം കേൾക്കുന്നത് അത്രയും പുണ്യം നൽകുന്ന പ്രവൃത്തിയാകുന്നു. നാമങ്ങളുടെ അർത്ഥമറിയാതെയാണെങ്കിൽ പോലും അവ ശ്രവിക്കുന്നത് പുണ്യമേകുന്ന പ്രവൃത്തിയാകുന്നു. ഇതിന് സത്വഭജനം എന്ന് പറയുന്നു. നാമം ചൊല്ലുന്നതും കേൾക്കുന്നതും ഒരുപോലെ പുണ്യമാണ്. നാമം 545 പുലോമജ അർച്ചിത. പുലോമജ എന്നാൽ പുലോമനൻ്റെ പുത്രിയും ഇന്ദ്രപത്നിയുമാണ് പുലോമജ. ഈ പുലോമജയാൽ അർച്ചിക്കപ്പെട്ടിട്ടുള്ള പൂജിക്കപ്പെട്ടിട്ടുള്ള ദേവി ലളിതാംബിക. നാമം 546 ബന്ധമോചിനി. കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനമേകുന്ന ദേവി ലളിതാംബിക. സംസാരമാകുന്ന ബന്ധനത്തിൽ നിന്ന് ജീവന് മോചനമേകി ജീവന് മോക്ഷമേകുന്നവളാണ് ശ്രീ ലളിതാംബിക അഥവാ പരാശക്തി എന്ന അർത്ഥത്തിൽ ദേവിയെ ബന്ധമോചന എന്ന് വിളിക്കുന്നു. 547 നാമം ബർബരാളക. ബർബര അളക ചുരുണ്ട കുറുനിരയോടുകൂടിയ അളകങ്ങളോടുകൂടിയ ദേവി ലളിതാംബിക. നാമം 548 വിമർശരൂപിണി. വിമർശ എന്നാൽ ശിവശക്തികളിൽ അന്തർലീനമായ സമീക്ഷയാണ്. സമീക്ഷ എന്നുള്ളത് കൊണ്ട് അവലോകനം, കരുതൽ, അവധാനപൂർവമായ ചിന്ത എന്നൊക്കെ പറയാം. ഈ വിധത്തിലുള്ള ഒരു അവലോകനത്തിൻ്റെ പുറത്താണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ദേവിയിൽ അന്തർലീനമായ ഈ കരുതൽ കൊണ്ട് ദേവിയെ വിമർശരൂപിണി എന്ന് വിളിക്കുന്നു. നാമം 549 വിദ്യ. വിദ്യാസ്വരൂപിണിയായ ദേവി ലളിതാംബിക. ദേവിയെ ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യാസ്വരൂപിണി എന്ന് വിളിക്കുകയുണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യയുടെ സ്വരൂപമായ ദേവി ലളിതാംബിക എന്ന അർത്ഥം. നാമം 550 വിയദാദി ജഗത് പ്രസു. വിയത് എന്നാൽ ആകാശം, സ്പേസ് എന്ന് പറയും. ഇപ്പോൾ മിൽക്കി വേ ഗാലക്സി, ആകാശഗംഗ എന്നൊക്കെ പറയുന്ന ആ സ്പേസിന് വിയത് ഗംഗ എന്ന് പറയും. ആകാശവും ഭൂമിയും പഞ്ചഭൂതങ്ങളെല്ലാം ചേർന്ന ആ പ്രപഞ്ചത്തെ, ആ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ചവൾ, പ്രസവിച്ച ദേവി ലളിതാംബിക. ആ പ്രപഞ്ചത്തെ ഒട്ടാകെ ഉൾക്കൊള്ളുന്ന ദേവി പരാശക്തി എന്ന അർത്ഥത്തിൽ ദേവിയെ വിയദാദി ജഗത് പ്രസു എന്ന് വിളിക്കുന്നു. വിയത് മുതലായ ജഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സൃഷ്ടിച്ചവൾ എന്ന അർത്ഥം. നാമം 551 സർവവ്യാധി പ്രശമനി. സർവവ്യാധികളും സർവ അസുഖങ്ങളും രോഗങ്ങളും നീക്കി മനസ്സിനും ശരീരത്തിനും സ്വസ്ഥത നൽകുന്നതാണ് ദേവി ഭജനം. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലെ ചിത്തരഞ്ജൻ സുബുദ്ധിയുടെ സീക്രട്ട് ഹീലിംഗ് ഓഫ് മെൻ്റൽ ഇൽനെസ് അറ്റ് ചോറ്റാനിക്കര ദേവി ടെമ്പിൾ കേരള എന്നൊരു റിസർച്ച് പേപ്പർ റിസർച്ച് ഗേറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാവുന്നതാണ്. 552 നാമം സർവമൃത്യു നിവാരിണി. മൃത്യുഭയം ഇല്ലാതെയാക്കുന്നവൾ. ദേവിയുടെ ഭക്തന് നാശം അല്ലെങ്കിൽ മരണം എന്നൊരവസ്ഥയെ പേടിയില്ലാത്തവനായി മാറുന്നു ദേവി ഭക്തൻ. ഒരു വിധത്തിലും ഉള്ള അപകടങ്ങൾക്ക് ആ വ്യക്തിയെ ഭയപ്പെടുത്താനായിട്ട് പിന്നെ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഭസ്മമാക്കപ്പെട്ട കാമദേവനെ പോലും പുനരുജ്ജീവിപ്പിച്ചവളാണ് ദേവി ആദിപരാശക്തി. ആ ദേവിക്ക് എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നൽകാനായിട്ട് സാധിക്കുന്നു. അതിനാൽ ദേവിയെ സർവമൃത്യു നിവാരിണി എന്ന് വിളിക്കുന്നു. 553 നാമം അഗ്രഗണ്യ. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവൾ, ഏറ്റവും ശ്രേഷ്ഠയായവൾ, ആദ്യം പരിഗണിക്കപ്പെടേണ്ടവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ അഗ്രഗണ്യ എന്ന് വിളിക്കുന്നത്. 554 നാമം അചിന്ത്യരൂപ. നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം
വിശേഷപ്പെട്ട സ്വഭാവവും സ്വരൂപവും തികഞ്ഞവൾ ദേവി ലളിതാംബിക. നാമം 555. കലി കൽമഷ നാശിനി. 4 യുഗങ്ങളാണുള്ളത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിൽ കലികാലത്തെ അന്ധകാരത്തിൽ നിന്ന്, അധാർമികരിൽ നിന്ന് സംരക്ഷണം നൽകുന്നവളാണ് ദേവി ആദിപരാശക്തി. കലിയുഗത്തിലെ പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്ന അമ്മയാണ് ശ്രീ ലളിതാംബിക. നാമം 556. കാത്യായനി. ദുർഗാദേവിയുടെ 9 രൂപങ്ങളിൽ 6ാമത്തേതാണ് കാത്യായനി. ദുർഗാദേവിയുടെ 9 രൂപങ്ങൾ ഇതൊക്കെയാണ്: ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഘണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി. അവയിൽ 6ാമത്തെ രൂപമാണ് കാത്യായനി. അമരകോശത്തിൽ പാർവതിയുടെ പര്യായങ്ങളിലൊന്നായി പറയുന്ന നാമമാണ് കാത്യായനി. അമരകോശത്തിലെ പാർവതീദേവിയുടെ പര്യായങ്ങൾ ഇവയൊക്കെയാണ്: ഉമ, കാത്യായനി, ഗൗരി, കാളി, ഹേമവതി, ഈശ്വരി. മഹിഷാസുരനെ വധിക്കാനായി ദേവന്മാരുടെ മുഴുവൻ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് കാത്യായനി അവതരിച്ചു എന്നാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. പുത്രിമാരില്ലാതിരുന്ന കാത്യ മഹർഷി മഹാമായ അഥവാ ആദിപരാശക്തി തൻ്റെ മകളായി ജനിക്കണം എന്ന ആഗ്രഹത്താൽ കഠിന തപസ് അനുഷ്ഠിച്ചു എന്നും ആ തപസ്സിൽ സംപ്രീതയായ ആദിപരാശക്തി കാത്യ മഹർഷിയുടെ പുത്രിയായി കാത്യായനിയായി അവതരിച്ചു എന്നുമാണ് മറ്റൊരു കഥ. അപ്പോൾ ആ കാത്യായനിയായിട്ട് അവതരിച്ചത് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി തന്നെ എന്ന അർത്ഥത്തിലാണ് ദേവിയെ കാത്യായനി എന്ന് വിളിക്കുന്നത്.